ചങ്ങായിമാർ, ആദ്യം തന്നെ എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഒരു പെരുന്നാൾ ആശംസകൾ. ഇന്നൊരു മനോഹരമായ ദിവസമായിട്ട് നിങ്ങൾക്കുണ്ടല്ലോ ഒരു മനോഹരമായ വീഡിയോ തന്നെ കാണിച്ചുതരാന്ന് ഞാനങ്ങ് വിചാരിച്ചു. കുറച്ച് ദിവസം മുന്നേ എന്റെ അൻസാരി ഉസ്താദിന്റെ വീഡിയോന്റെ താരമുണ്ടല്ല, സ്നേഹക്കൂടിലെ അച്ഛനും അമ്മമാരും പിന്നെ ആ സ്ഥാപനം നടത്തുന്ന നിശച്ചേച്ചിയില്ലേ, ഇവരൊക്കെ കൂടി ഒരു കമന്റ് ഇട്ടിരുന്നു. ഉസ്താദിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഇവിടുത്തെ അച്ഛനമ്മമാരെ കാണാൻ വേണ്ടി ഉസ്താദ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമന്റ്. ഇന്ന് പെരുന്നാൾ ദിവസം അൻസാരി ഉസ്താദ് വിചാരിച്ചു ഇന്നല്ലാതെ ഇന്നത്തെ ഈ മഹത്തായ ദിവസം അല്ലാതെ വേറെ ദിവസമാണ് അവിടെ പോകുന്നതെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ ആ സ്നേഹക്കൂടിലേക്ക്, ആ സ്വർഗത്തിലേക്ക്, ആ അച്ഛനമ്മമാരുടെ സ്വർഗ്ഗമില്ലേ ആ സ്വർഗത്തിലേക്ക് പോയ മനോഹരമായ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. എന്തായാലും നമുക്കുണ്ടല്ല സ്നേഹക്കൂടിലെ ആ പാവപ്പെട്ട അച്ഛനമ്മമാർ ഉസ്താദിനോട് കാണിച്ച സ്നേഹവും ഉസ്താദ് തിരിച്ച് അവരോട് കാണിച്ച ആ മനോഹരമായ സ്നേഹത്തിന്റെ വീഡിയോ ഉണ്ടല്ല അതൊന്ന് കണ്ടിട്ട് വന്നാലോ. പ്രിയപ്പെട്ട മനുഷ്യരെ, ഒത്തിരി നന്ദി. സ്നേഹചേച്ചി എന്റെ കമന്റ് ബോക്സിൽ ഉസ്താദേ ഒരു ദിവസം എന്റെ ഈ സ്ഥാപനത്തിലേക്കൊന്ന് വരണം. ഇതൊരു ആതുരാലയമാണ്, സ്നേഹക്കൂട് അഭയമന്ദിരം. അവരുടെ ആ എഴുത്തിലും കുറിപ്പിലും തന്നെ വലിയൊരു സ്നേഹത്തിന്റെ സ്പർശനമുണ്ട്. ഇന്ന് പെരുന്നാൾ ദിവസമാണല്ലോ, നമ്മളെല്ലാവരും സന്തോഷിക്കുന്ന ഈ ദിവസം. കുറച്ച് നല്ലവരായ മനുഷ്യരിൽ നിന്ന് കുറച്ച് പണം സമാഹരിച്ച് 180 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കി നമ്മളിവിടെ, ഞാനും എന്റെ കുടുംബം, എന്റെ മകളുടെ സാറയുടെ ബർത്ത്ഡേ കൂടിയാണ്, നമ്മൾ ജനിച്ച ദിവസമാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ ഹാപ്പിയത്ത് ആരോഗ്യം തരട്ടെ. വലിയ സന്തോഷം. ഇന്ന് അവരോടൊപ്പം ഈ ആതുരാലയത്തിലെ പ്രിയപ്പെട്ട വയോജനങ്ങളായ പ്രിയപ്പെട്ട അമ്മമാരോടും അച്ഛന്മാരോടൊപ്പം ഒരല്പസമയം ഒന്നിരിക്കാൻ കഴിഞ്ഞതിൽ വലിയ ആത്മഹർഷം. പ്രിയപ്പെട്ട മനുഷ്യരെ, ഈ ഭൂമിയിൽ നമുക്ക് ചെറിയ ജീവിതമേ ഉള്ളൂ, 50-60 വയസ്സ് കാലത്തെ ജീവിതം മാത്രം. നമ്മളെ പടച്ച തമ്പുരാന്റെ ഭൂമിയിലേക്ക് വിട്ടത് പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും ഉള്ളവരില്ലാത്തവർ കൊടുക്കാനും അബലർക്ക് അത്താണിയാകാനും അശരണർക്ക് ആശ്രയമാകാൻ വേണ്ടിയാണ്. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക, മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുക, മറ്റുള്ളവരുടെ പ്രയാസത്തിൽ നമ്മൾ പങ്കാളികളാകുക. അത് തന്നെ മനോഹരമായ ജീവിതമാണ്. ആ ജീവിതം കൊണ്ട് മറ്റുള്ളവർ നമ്മളെ ഓർക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ ഹൃദയത്തിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒരു മധുരമൂർന്ന ഓർമ്മകളായിരിക്കും. നമ്മുടെ മരണാനന്തരം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും മനുഷ്യർ നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ചെയ്തു വെച്ചത് ഏറ്റവും വലിയ സേവനം, ഏറ്റവും വലിയ കയ്യൊപ്പ് എന്നുള്ളത് മനുഷ്യർക്ക് തണലായി എന്നുള്ളതാണ്. മനുഷ്യർക്ക് തണലായ ഒരൊറ്റ മനുഷ്യരെയും കാലങ്ങൾക്കപ്പുറം ആയാൽ പോലും മനുഷ്യരെ മറന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. ദൈവം നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പേര് ഈ ഉദ്യമനത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം തരട്ടെ. വളരെ ഭംഗിയായി ആ കാര്യം നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്ന പണം സമാഹരിച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവേരേക്ക്, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, മനുഷ്യനെ സ്നേഹിച്ച് നോക്ക്. മനസ്സിനകത്തൊരു പള്ളിയുണ്ടാക്ക്, അതിലേത് ജാതിക്കും കേറാമെന്നാക്ക്. അതിവേഗം നിസ്കാര പായാവേരേക്ക്, പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി. പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി. സത്യത്തിൽ ഇത് നമ്മുടെ ആരുടെ ഔദാര്യമല്ല. ഇപ്പൊ ഈ ഭക്ഷണം കൊണ്ടുവരിക എന്നുള്ളതും നിങ്ങൾക്ക് ഭക്ഷണം തരിക എന്നുള്ളതും എന്റെ ഔദാര്യമായിട്ട് കാണണ്ട. ഈ ഭൂമി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിച്ചിരിക്കുമ്പം നിങ്ങളുടെ അവകാശവും എന്റെ ഉത്തരവാദിത്വമാണ്. അല്ലേ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരാളോട് ചെയ്യുന്ന ഔദാര്യമല്ലത്. നീ മനുഷ്യനാണോ എങ്കിൽ അടുത്തു നിൽപ്പോ ഒരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപ ഈശ്വരനായാൽ അതിലെന്താ ശരി? നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യർ വിശക്കുന്നു, അവൻ പട്ടിണിയിലാണ്,
ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലാണ്. പിന്നെ നീ ഈശ്വരനെ കാണാൻ വേണ്ടി ഏത് ദേവാലയത്തിൽ പോയിട്ട് എന്ത് കാര്യം? നീ അവിടെ ചെയ്യേണ്ട ഏറ്റവും വലിയ സുഹൃതം, ദൈവത്തിന് ഏറ്റവും പ്രീതിയുള്ള കാര്യം എന്താണ്? മനോഹരമായി സംസാരിക്കുക, ആളുകൾക്ക് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക. പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ? തീബുൽ കലാം, മനോഹരമായി സംസാരിക്കുക. ഈ തീബ് എന്ന വാക്കിന്റെ അർത്ഥം സുഗന്ധം എന്നാണ്. നമ്മൾ സംസാരിക്കുമ്പം ഒരാൾക്ക് സുഗന്ധം പൊഴിക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ സംസാരം. സുഗന്ധത്തിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഉന്മേഷഭരിതരാക്കും സുഗന്ധം, അല്ലെ? നമ്മൾ ഒരു വസ്ത്രമൊക്കെ ധരിച്ച് കുളിച്ച് വസ്ത്രമൊക്കെ ധരിച്ചതിന് ശേഷം ഒരു അല്പം സുഗന്ധം പൂശിയാൽ നമുക്കൊരു വല്ലാത്ത ഉന്മേഷമാണ്. അപ്പൊ നമ്മുടെ സംസാരം കൊണ്ട് മറ്റൊരാൾക്ക് ഉന്മേഷം ഉണ്ടാകണം. രണ്ടാമത്തെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം. അതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ലോകത്ത് വേറെ എന്താണ് പറയാനുള്ളത്? അപ്പൊ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്, അല്ല ഔദാര്യമൊന്നുമില്ല. എന്ത് മനോഹരമായി അത്രത്തോളം ഹൃദയത്തിൽ കൊള്ളുന്ന കാര്യങ്ങളാണ് ആ വീഡിയോയിൽ കണ്ടതല്ലേ. എന്നാലും ഞാനൊരു കാര്യം പറട്ടെ, ഇന്നത്തെ മഹത്തായ ദിവസം, ഇന്നത്തെ മനോഹരമായ ദിവസം പറയാൻ പറ്റാത്ത കാര്യമാണ്, എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. അതായത് ഈ വീടിന്റെ താഴെയുണ്ടല്ലോ, സംഖ്യയൊക്കെ നമ്മൾ വിശകലമാർക്കില്ലേ, അവർക്കൊക്കെ കുരുപെട്ടുന്ന ഒരുപാട് നന്മയുള്ള കമന്റുകൾ ഉണ്ട്. ആ കമന്റുകൾ ഇട്ടതുണ്ടല്ല, നമ്മളെ സംഖ്യയിലും ക്രിസംഖ്യകളൊക്കെ കുരുപൊട്ടിക്കുന്ന നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ ക്രൈസ്തവരുമാണ്. അങ്ങനെ സംഖ്യകളെയും ക്രിസംഖ്യകളെ കുരുപൊട്ടിക്കുന്ന ആ മനോഹരമായ കുറച്ച് കമന്റുകൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരട്ടെ. പ്രസാദ് വളരെ സന്തോഷം. മധു ഗോവിന്ദ് ഉസ്താദെ, വളരെ ചെറിയ ജീവിതചക്രത്തിൽ ചില മനുഷ്യർ അത്രമാത്രം അഹങ്കരിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവരുടെ ഈ പ്രവൃത്തി കർമ്മങ്ങൾ കാണുമ്പോൾ നിശബ്ദമായി തേങ്ങുന്ന ഗാസയിലെയും പലസ്തീനികളുടെയും ആ വിറങ്ങലിച്ച ചിത്രം ഓർമ്മയിൽ വന്നു പോകുന്നു. കഴിഞ്ഞിട്ടില്ല. ബിജു ശ്രീധരൻ, ഇത്തരം നല്ല ചിന്തകളും പ്രവൃത്തികളുമുള്ള ഒരു വ്യക്തിയായതിനാൽ താങ്കൾ എന്നും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഈദ് ആശംസകൾക്കൊപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. വിൻസെന്റ് ബിനു, മാഷാള്ള, അതേ ഒരു ക്രിസ്ത്യാനിയാട്ടാ. പിന്നെ റോയ് തോമസ്, മക്കളെ കൂടെ നല്ല കാര്യം, എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ, പെരുന്നാൾ ധന്യമായി. ബിജു ഐസക്ക്, ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതും, ഇതിന്റെ പേരാണ് മനുഷ്യത്വം. ഇനി ജെയിംസ്, സാറാമോൾക്ക് പിറന്നാൾ ആശംസകൾ. സത്യത്തിൽ താങ്കളുടെ സൽപ്രവൃത്തിക്കൊപ്പം നിൽക്കും ഇതിലെ കമന്റുകൾ വെറും കമന്റുകളല്ല, അതെല്ലാം പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളുമാണ്. ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ മനുഷ്യന്മാരുടെ സ്നേഹം മാത്രം പോരെ ഉസ്താദിന്റെ ഈ ജന്മമില്ല, ഈ ജന്മം ധന്യമാകാൻ വേണ്ടിയിട്ട്. ഇതുപോലുള്ള നല്ല മനുഷ്യന്മാരുടെ കമന്റുകൾ മാത്രം പോരെ വിശകലയുടെയും സംഖ്യയുടെ ഒക്കെ ഈ ജന്മമില്ല, ഈ ജന്മം മൊത്തം കുരുപൊട്ടി തീരാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായാലും ഈ മനോഹരമായ ദിവസം, ഇനി ഞാൻ സംഖ്യയുടെ പേര് വന്നിട്ട് ഈ ദിവസത്തെ ഉണ്ടല്ല മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തൊക്കെയായാലും ഓരോ ദിവസം കഴിയുന്നതോറുണ്ടല്ല സ്നേഹിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന എന്റെ അൻസാരി ഉസ്താദിനും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ബലി പെരുന്നാൾ ആശംസകളും പിന്നെ എന്റെ നല്ലൊരു സുലാനും.